നമസ്കാരം. വിമതർ സിറിയ പിടിച്ചെടുത്തെന്ന വാർത്തകൾക്ക് പിന്നാലെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയും എത്തി. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് സഞ്ചരിച്ച വിമാനം റഡാർ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. പിന്നാലെ വിമാനം തകർന്നു വീണതായും റിപ്പോർട്ടുകൾ വന്നു. ഇപ്പോഴിതാ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് വരുന്നത്. അസദ് സഞ്ചരിച്ച വിമാനം വെടിവെച്ചിട്ടെന്നാണ് ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനം വെടിവെച്ചിട്ടതാകാനാണ് സാധ്യതയെന്ന് ഈജിപ്തിലെ പ്രമുഖ ജേർണലിസ്റ്റായ ഖാലിദ് മഹ്മൂദും എക്സിൽ കുറിച്ചു. പെട്ടെന്ന് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതും ആൾട്ടിറ്റ്യൂഡിൽ പെട്ടെന്ന് മാറ്റമുണ്ടായതുമാണ് മഹ്മൂദ് ചൂണ്ടിക്കാട്ടുന്നത്. 3650 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുകയായിരുന്ന വിമാനം പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ 1070 ആൾട്ടിറ്റ്യൂഡിലേക്ക് പതിച്ചു. ലെബനൻ പ്രദേശമായ അക്കാറിന് വടക്ക് ലെബനന്റെ വ്യോമമേഖലയ്ക്ക് പുറത്തു വെച്ചാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വിമാനത്തിന്റെ 3D ഫ്ലൈറ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നത് വിമാനം തകർന്നു എന്നാണെന്നും മഹ്മൂദ് പറയുന്നു. എന്നാൽ സംഭവത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ എത്തിയിട്ടില്ല. വിമതർ സിറിയയിലെ പ്രദേശങ്ങൾ ഓരോന്നായി കീഴടക്കിയതോടെയാണ് അസദ് രാജ്യം വിട്ടത്. ദമാസ്കസിൽ നിന്ന് വിമാനമാർഗമാണ് അസദ് അജ്ഞാത സ്ഥലത്തേക്ക് പോയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ വിമാനത്തിലായിരുന്നു യാത്ര. സിറിയയിൽ 24 വർഷമായി ബഷർ അൽ അസദ് ആണ് ഭരിക്കുന്നതും. മാത്രമല്ല, കഴിഞ്ഞ 50 വർഷമായി അസദ് കുടുംബമാണ് സിറിയയിൽ ഭരണം കൈയാളുന്നത്. സിറിയ അസദിൽ നിന്ന് സ്വതന്ത്രമായതായി വിമത സൈന്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. തലസ്ഥാനമായ ദമാസ്കസ് പൂർണ്ണമായും പിടിച്ചടക്കിയതായും വിമതർ അറിയിച്ചു. തലസ്ഥാനത്തിന് പുറമെ പ്രധാന നഗരങ്ങളും വിമതരുടെ നിയന്ത്രണത്തിലാണ്. ഒരു സ്വതന്ത്ര സിറിയ കാത്തിരിക്കുന്നുവെന്ന് വിമതരുടെ സൈനിക നേതാവ് ഹസൻ അബ്ദുൽ ഗനി എക്സിൽ കുറിച്ചു. ഇരുണ്ട യുഗം അവസാനിപ്പിച്ച് സിറിയയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്നും ഗനി കുറിച്ചു. വിമതരുമായി സഹകരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി വ്യക്തമാക്കി. വീഡിയോ സന്ദേശത്തിലൂടെ താൻ വീട്ടിൽ തന്നെ തുടരുകയാണെന്ന് വ്യക്തമാക്കിയ ജലാലി പൊതുസ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ആരും പൊതുസ്ഥാപനങ്ങൾ കയ്യേറരുതെന്നും പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നും വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രിയോടെ തന്നെ വിമതർ തലസ്ഥാനമായ ദമാസ്കസിൽ എത്തിയിരുന്നു. തുടർന്ന് വിമതർ ദമാസ്കസ് വിമാനത്താവളം പിടിച്ചെടുത്തു. ശനിയാഴ്ച ദേശീയ ടെലിവിഷൻ ചാനലിന്റെയും റേഡിയോയുടെയും നിയന്ത്രണവും വിമതർ പിടിച്ചെടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുമ്പ് അസദിനെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്ന ജയിലുകളും വിമതർ പിടിച്ചെടുത്ത് തടവിലുള്ളവരെ മോചിപ്പിക്കുന്നുണ്ട്. കുപ്രസിദ്ധമായ സെഡ്നായ ജയിൽ വിമതർ പിടിച്ചെടുത്ത് തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. പ്രസിഡന്റ് ദമാസ്കസ് വിട്ടെന്ന റിപ്പോർട്ട് വന്നതോടെ വിമതർക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് സിറിയൻ സൈനികർ സ്വയം പിന്മാറിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.